let's learn about routing in Flutter. See, routing എന്താണെന്ന് നമുക്കറിയാം. റൗട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും. അതിന് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആയാലും ആപ്പ് ഡെവലപ്മെന്റ് ആയാലും ഒക്കെ നമുക്ക് റൗട്ടിംഗ് എന്നുള്ള ടേം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു സ്ക്രീനിൽ നിന്നും വേറെ സ്ക്രീനിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, നാവിഗേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഫ്ലട്ടറിന്റെ കോണ്ടെക്സ്റ്റിൽ ദ പ്രോസസ് ഓഫ് നാവിഗേറ്റിംഗ് ഫ്രം വൺ സ്ക്രീൻ ടു അനദർ സ്ക്രീൻ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൗട്ടിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലൈക്ക് അപ്പോൾ ഈ റൗട്ടിംഗ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഫ്ലട്ടർ നാവിഗേറ്റർ എന്ന് പറയുന്നൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ക്ലാസ് ഈസ് കോൾഡ്, ലെറ്റ് മി ടേക്ക് മൈ നോട്ട് പാഡ്. ഓക്കെ, ദാറ്റ് ക്ലാസ് ഈസ് കോൾഡ് നാവിഗേറ്റർ. Okay, I'm going to tell some theory. Then after that, we are going to build an app. Okay, navigator എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. And this is actually part of the widget class. That means നമുക്ക് എന്ത് വേണം, ഈ നാവിഗേറ്റർ ക്ലാസ്സിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും, നമുക്ക് മെറ്റീരിയൽ ആപ്പ് അതല്ലെങ്കിൽ കുപ്പർട്ടിനോ പാക്കേജ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. Okay, and it depends upon the platform you're using. So this thing is coming from your material package or your Cupertino package. Okay, so you have to import that thing. Obviously you can access the navigator class. Then ഇനിയുള്ളത് നാവിഗേറ്റർ എന്ന് പറയുന്നത്, നാവിഗേറ്റർ ക്ലാസ് റൗട്ട് മാനേജ് ചെയ്യുന്നത് സ്റ്റാക്ക് ബേസ്ഡ് റൗട്ടാണ്, സ്റ്റാക്ക് ബേസ്ഡ് റൗട്ടിംഗ് ആണ്. ഇതെന്താണെന്ന് ഞാൻ പറയാം. സ്റ്റാക്ക് ബേസ്ഡ് റൗട്ടിംഗ് ആണ്. ദെൻ ദാറ്റ് മീൻസ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് അറിയുന്ന സ്റ്റാക്ക്, നിങ്ങൾ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാക്ക് കൺസിഡർ ചെയ്യുക. സ്റ്റാക്കിനകത്ത് എന്തായിരിക്കും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, LIFO. ദാറ്റ് മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, അതായത് സ്റ്റാക്കിൽ പുഷ് ഹാപ്പൻ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, പുഷ് ആൻഡ് പോപ്പ്. ഇറ്റ് ഈസ് ഫ്രം ദ ടോപ്പ്, സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പുഷും പോപ്പും ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ അപ്പോൾ നമ്മളൊരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നാവിഗേറ്റർ ക്ലാസ് ചെയ്യുന്നത് എന്തായിരിക്കും, ആ സ്റ്റാക്കിലേക്ക് നമ്മളുടെ റൗട്ടിനെ, അതല്ലെങ്കിൽ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നാണോ നമ്മൾ ഈ റൗട്ട് ക്ലാസ്സിനെ കോൾ ചെയ്തത്, ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റിലേക്കായിരിക്കും ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു പേജിലേക്കായിരിക്കും നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ റൗട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പേജിൽ നിന്നും ബാക്കിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ആ സ്റ്റാക്കിൽ ലാസ്റ്റ് ഏതാണോ ആ സ്റ്റാക്കിൽ അല്ലെങ്കിൽ ടോപ്പിൽ എന്താണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് കോണ്ടെക്സ്റ്റ് ആണോ സ്റ്റാക്കിൽ നെക്സ്റ്റ് ഉള്ളത് ആ സ്ക്രീനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്ക്രീനിലേക്ക് മൂവ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് അപ്പോൾ എന്തൊക്കെ പഠിച്ചു, നാവിഗേറ്റർ എന്നുള്ള ക്ലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൗട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ മെറ്റീരിയൽ പാക്കേജ് അല്ലെങ്കിൽ മെറ്റീരിയൽ വിഡ്ജറ്റ് ക്ലാസ്സിനകത്ത് നിന്ന് വരുന്നതാണ്. ദെൻ സ്റ്റാക്ക് ബേസ്ഡ് റൗട്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ തവണ നമ്മൾ ഒരു പുതിയ പേജിലേക്ക് നമ്മൾ നാവിഗേറ്റർ ക്ലാസ്സിലെ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ആ മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, വി ആർ ആക്ച്വലി ഇൻസേർട്ടിങ് ദ ന്യൂ കോണ്ടെക്സ്റ്റ് ഇൻ ടു യുവർ സ്റ്റാക്ക്. ആൻഡ് നമ്മൾ അവിടുന്ന് ബാക്കിലേക്ക് അല്ലെങ്കിൽ ആ പേജിൽ നിന്ന് നമ്മൾ വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ആക്ച്വലി പോപ്പിംഗ് ദാറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി റൗട്ടിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്തായിരിക്കില്ല, നമുക്ക് ജസ്റ്റ് ഒരു പേജിൽ ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് നമ്മൾ ജസ്റ്റ് ട്രാവൽ ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പേജ് ഉണ്ട്, ദെൻ യു ഹാവ് എ സെക്കൻഡ് പേജ്. ഇതിലേക്ക് നമുക്ക് ഇതിന്ന് ഈ പേജിൽ നിന്നും പോകുമ്പോൾ സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും, വി നീഡ് ടു പാസ് സം ഡാറ്റ. ഇവിടുന്ന് കുറച്ച് ഡാറ്റ അപ്പുറത്തെ പേജിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വി നീഡ് ടു പാസ് സംതിങ്. അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ റൗട്ടിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡാറ്റയും കൂടി എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നാവിഗേറ്റർ ക്ലാസ്സിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞത് സ്റ്റാക്ക് ബേസ്ഡ് റൗട്ടിംഗ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ഫോർവേഡ് തിങ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ്സിനെ കോൾ ചെയ്തിട്ട് അതിനകത്തുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്റ്റിനകത്ത് ഒന്നുമില്ല, ബ്ലാങ്ക് ആസ് ഇതിനകത്ത് ആ ടെംപ്ലേറ്റ് കോഡ് ഉണ്ട്. ലെറ്റ് മീ റിമൂവ് ദാറ്റ് കോഡ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റിമൂവ് എവറിത്തിങ് ലൈക്ക് ദിസ് തിങ്. I need the my app class. Then I'm going to remove this unwanted comments here, remove it. And I don't have my home page here. Home page ഒരു ക്ലാസ് ഇല്ല. So I'm going to create a page called
See, I need a first page. ഞാനിവിടെ ജസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടി ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആക്ച്വലി ഈ ക്ലാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഗോ ടു LIB ഫോൾഡർ, ക്രിയേറ്റ് എ ന്യൂ ഡോട്ട് ഫയൽ ദാറ്റ് ഈസ് കോൾഡ് യുവർ ഫസ്റ്റ് പേജ്. ഓക്കെ, നൗ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് മെറ്റീരിയൽ, then I'm going to create a stateless widget and stateful create ചെയ്യാം. ഡെമോ പേർപ്പസ് ആണല്ലോ, നമ്മൾ അതിനകത്ത് സ്റ്റേറ്റ് ഒന്നും മാനേജ് ചെയ്യില്ല, ജസ്റ്റ് റൗട്ടിങ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, I'm going to create a first page. This is a class, and you need to import this not main, this is material, import material. Okay, then after this I am going to return a scaffold here. Okay, and come into your main page and import that package. ഇവിടെ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്യാം. Okay, now everything is good. Let me run this project. ഞാനൊരു എമുലേറ്റർ സ്റ്റാർട്ട് ചെയ്തു, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടായി വരട്ടെ, നമുക്ക് റൺ ചെയ്യാൻ കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്താണ് ആക്ച്വലി ചെയ്യാനുള്ളത്, നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, വി നീഡ് ടു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഐ എം ഗോയിങ് ടു ടേക്ക് ആൻ എഡിറ്റർ, ഇറേസർ. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇവിടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് വരക്കാം, എന്താണ് നമുക്ക് ചെയ്യാൻ പോകേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് if you already know how to handle routes, you can skip this video. This is for absolute beginners. And because ഞാൻ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ലോ ഫ്രം സ്ക്രാച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആസ് എ ബിഗിനർ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഫ്രം സ്ക്രാച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് നോട്ട് മെന്റ് ഫോർ യു, ദിസ് ഈസ് ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. സോ ഐ ഹാവ് എ അൺടൈറ്റിൽ ഫയൽ. ദെൻ ഇവിടെ നമുക്ക് എന്തുണ്ട്, യു ഹാവ് പേജ് 1. സോ വി ക്രിയേറ്റഡ് എ പേജ് 1 ഹിയർ. ദിസ് ഇസ് എ പേജ്, ഫസ്റ്റ് പേജ്, ആൻഡ് ഇൻസൈഡ് ദാറ്റ് പേജ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ബോഡി, and let me have a container inside that body, and the child should be a column. Okay, children. Okay, and I'm going to create an elevated button, and on pressed mandatory ആണ്. Then pass the text widget, and that should be go to page 2. Okay, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പേജ് 2ലേക്ക് പോകണം. So we don't have any page 2. Let me create a new direct dot file that is called second page, and exactly I'm going to import material. Okay, you can copy this thing. ഇവിടെ ഞാനിത് കോപ്പി ചെയ്തു, Ctrl+C, Ctrl+V, and import this package. Okay, okay, then let me rename this class. Go to refactor, rename, then this is second page. Okay, and inside the second page I want to go into the third page. Go to third page. We have a third page. Okay, now you have different pages, and let me remove this. Okay, then from the first page, when I click on this button, I need to move into the second page, and from the second page I want to go to the third page. Okay, ഇതാണ് നമുക്ക് ചെയ്യാറ്. തേർഡ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല, വിൽ ക്രിയേറ്റ് ഇറ്റ്. സോ അപ്പോൾ നമ്മളുടെ ഞാനിപ്പോൾ വരയ്ക്കാൻ പ്ലാൻ ചെയ്ത ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് വി നീഡ് ടു ഗോ ഇൻ ടു and this is the thing we are going to create. Okay, I don't want this, all these things. I have a button here, and that is actually go to page 2. Okay, when I click on this page 2, I want to move into another page. വേറൊരു പേജിലേക്ക് മൂവ് ചെയ്യണം. So let me create, I don't want this eyes. Okay, ഇതാണ് നമ്മളുടെ വേറൊരു പേജിലേക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് പേജ്. ഐ വാണ്ട് ടു മൂവ് ഇൻ ടു ഗോ ടു പേജ് 3. Okay, and when I click the back button, I need to show the first page again. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് എ ബാക്ക് ബട്ടൺ ഹിയർ. ഇവിടെ ഒരു ബാക്ക് ബട്ടൺ ഉണ്ടാക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തിരിച്ചു വരണം. ആൻഡ് നമുക്ക് എന്തുണ്ട്, വി ഹാവ് അനദർ പേജ്, തേർഡ് ഒരു പേജ് ഉണ്ട്, മൂന്നാമതൊരു പേജ് ഉണ്ട്. ആ പേജിലേക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദിസ് ഈസ്, ഈ പേജിൽ എനിക്ക് എന്തുണ്ട്, ഗോ ടു ഹോം പേജ്, ദാറ്റ് മീൻസ് യുവർ ഫസ്റ്റ് പേജ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഇതാണ് നമ്മുടെ സെനാരിയോ. 3 പേജിൻ്റെ എത്ര പേജുകളിലാവും, ഞാൻ ജസ്റ്റ് ഒരു 3 പേജ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം,
ഫസ്റ്റ് പേജിൽ നിന്നും ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകണം. ഓക്കെ, ഞാൻ പ്രൊജക്ട് റൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു നമുക്ക് ഉപയോഗിക്കാവുന്നത് യു ക്യാൻ യൂസ് നാവിഗേറ്റർ ക്ലാസ്സിനെ കോൾ ചെയ്യാം. നാവിഗേറ്റർ. ഓക്കെ, നാവിഗേറ്റർ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ചെക്ക് ദിസ് പുഷ് മെത്തേഡ്. പുഷ് എന്നുള്ള മെത്തേഡ് ഞാൻ എഴുതി. ഓക്കെ, ഇനി ലാസ്റ്റ് സെമിക്കോൺ ഇട്ടു. ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് വാട്ട് ഈസ് എ കറണ്ട് കോണ്ടെക്സ്റ്റ്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അതാണ് കോണ്ടെക്സ്റ്റ് എന്നുള്ള പാരാമീറ്റർ. ദെൻ യു നീഡ് ടു ടെൽ വേർ ഡു യു വാണ്ട് ടു ഗോ. അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് പേജിലേക്കാണ് പോകേണ്ടത്. ഞാൻ ഇതിൻ്റെ ഡോക്യുമെന്റേഷനിലുള്ള പോലെ അല്ല പറയുന്നത്, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആവാൻ വേണ്ടി പറയുന്നതാണ്. ആൻഡ് വേർ ഡു യു വാണ്ട് ടു ഗോ, ആക്ച്വലി വി വാണ്ട് ടു ഗോ ഇൻ ടു അനദർ പേജ്. സോ യു ഹാവ് ടു ക്രിയേറ്റ് എ റൗട്ട്. ഇവിടുന്ന് ഒരു റൗട്ട്, ഒരു പാത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ പേജിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ ഫോർ ദാറ്റ് ഐ എം ഗോയിങ് ടു കോൾ ദ മെറ്റീരിയൽ പേജ് റൗട്ട് എന്നുള്ള ക്ലാസ്സിനെ കോൾ ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു പാസ് പാരാമീറ്റർ. നമുക്കറിയാം ഫ്ലട്ടറിലെ ബിൽഡർ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഗോയിങ് ടു ബിൽഡ് സംതിങ്. സോ ഇവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് റൗട്ടാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ആർ ഗോയിങ് ടു പാസ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് വിച്ച് ഇസ് എ കോണ്ടെക്സ്റ്റ്, എങ്ങോട്ടാണ് പോകേണ്ടത്. ഐ നീഡ് ടു മൂവ് ഇൻ ടു ദ സെക്കൻഡ് പേജ്. ആ ക്ലാസ്സിൻ്റെ പേര് പോലും സെക്കൻഡ് പേജ്. ഓക്കെ, ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് സെമിക്കോൺ ഉണ്ടായിരിക്കും. ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് പേജ് ഇമ്പോർട്ട് ആയി. ദെൻ ലെറ്റ് മീ, ഓൾറെഡി നമ്മളെ പ്രൊജക്ട് റണ്ണായി വന്നിട്ട് ഞാൻ ഈ കോഡ് ഒന്ന് സേവ് ചെയ്തു. ഓക്കെ, നൗ യു ഹാവ് എ ബട്ടൺ ഹിയർ. ഇറ്റ്സ് ഹിയർ ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് പേജിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. ലെറ്റ് മീ ഗിവ് എൻ ആപ്പ് ബോ ഹിയർ. ആപ്പ് ബോ. ഓക്കെ, സേവ് ദിസ്. ആ സേഫ് ഏരിയയിലേക്ക് വരാൻ വേണ്ടി ദിസ് ഇസ് ദ തിങ് വി നീഡ്. And when you click here, you are actually expecting the second page ആണ് expect ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് let me make this main axis alignment center and the cross axis alignment should be center. Okay, now it is in center, and if you want this to be in the middle of the page, you can give the width for this container. ഞാൻ ഈ കണ്ടെയ്നറിന്റെ width കൊടുക്കുന്നുണ്ട്, നമുക്ക് വൃത്തിക്കൊന്ന് കാണാൻ വേണ്ടി. width infinity എന്ന് കൊടുത്തു. And save this. Now you are in center of the page. Okay, and let me make the background color class call ചെയ്തു. And 0xff, and you can provide a color. Okay, now you have a button here. Okay, then app bar and you have a button here, and when you click here, you just moved into the second page. And നാവിഗേറ്റർ ക്ലാസ് ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ്, ത്രൂ ഔട്ട് ദ ആപ്പ് നിങ്ങൾക്കൊരു ബിൽറ്റ് ഇൻ ട്രാൻസിഷൻ കിട്ടും. ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ് ചെയ്തു. ആൻഡ് ദർ ഇസ് നോ ബാക്ക് ബട്ടൺ ഹിയർ. നമ്മൾ സ്വൈപ്പ് ചെയ്ത് ബാക്ക് അടിച്ചു, ദെൻ ക്ലിക്ക് ചെയ്യുക, നമുക്ക് അടുത്ത പേജ് വന്നു. ആൻഡ് ഇവിടെ സെക്കൻഡ് പേജിൽ നമ്മളിപ്പോൾ ഈ പേജിലാണ് നിൽക്കുന്നത്, ഈ കോണ്ടെക്സ്റ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്തുണ്ട്, തേർഡ് പേജിലേക്ക് പോകാൻ ബട്ടൺ എഴുതിയിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു കോപ്പി എവറിത്തിങ് ഫ്രം ഹിയർ. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തു, അതായത് ആക്സിസ് അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആൻഡ് ഐ നീഡ് ഇൻഫിനിറ്റി. width എന്ന് പറയുന്നത് സെൻറ്ററിൽ വരാൻ വേണ്ടി ഇൻഫിനിറ്റി കൊടുത്തു. നൗ യു ഹാവ് ദ സെക്കൻഡ് പേജ്. ലെറ്റ് മീ ഗിവ് അനദർ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എ ടീൽ കളർ. ഓക്കെ, നൗ യു ഹാവ് എ ഗ്രീൻ കളർ ഹിയർ. ഓക്കെ, നൗ ഇപ്പോൾ ഹാപ്പൻ ചെയ്ത് എന്തായിരിക്കും, അതായത് വാട്ട് ഈസ് ഹാപ്പൻഡ് ഹിയർ. ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ മൈ പെയിന്റ്. നൗ യു ഹാവ്, ഇതാണ് വരക്കാൻ സുഖം. ഓക്കെ, യു ഹാവ് എ ഫസ്റ്റ് പേജ്, ആൻഡ് അവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ടായിരുന്നു. ഈ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ now you are in the second page, and there is a button in the second page. Second page ഒരു ബട്ടൺ ഉണ്ട്, ആൻഡ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ you need to go into another page. വേറൊരു പേജിലേക്ക് പോകണം, തേർഡ് പേജ്. ഓക്കെ, now you are in the third, ഇവിടെ തേർഡ് പേജിലേക്ക് വരണം. ഇവിടെ ആക്ച്വലി ഹാപ്പൻ ചെയ്ത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ പേജിലേക്ക് വന്നു. ഇപ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻ ഹിയർ. സോ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ആക്ച്വലി മെയിൻറ്റെയിനിങ് എ സ്റ്റാക്ക്. ദിസ് ഇസ് എ സ്റ്റാക്ക്, ഇമാജിൻ. ആൻഡ് ഇവിടെ ഹാപ്പൻ ചെയ്തതാണ്, ഇഫ് യു ആർ യൂസിങ് നാവിഗേറ്റർ ഡോട്ട് പുഷ്, ഇവിടെ എന്ത് ചെയ്യും, വാട്ട് ഈസ് എ കറണ്ട് കോണ്ടെക്സ്റ്റ്, നിങ്ങളിപ്പോൾ നിന്ന കോണ്ടെക്സ്റ്റ് എന്താണ്, അത് ഇവിടെ പുഷ് ചെയ്തു. ഓക്കെ, നൗ യു ഹാവ് സംതിങ് ഹിയർ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ്, അതായത് ഈ കോണ്ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾ അവിടെ നിന്ന് പുഷ് ഉപയോഗിച്ച് നെക്സ്റ്റ് ഏത് കോണ്ടെക്സ്റ്റിലാണോ എത്തിയത്, ആ കോണ്ടെക്സ്റ്റും എവിടെ ഉണ്ട്, ഈ പേജിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സ്റ്റാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. നൗ ദിസ് ഈസ് ദ കറണ്ട് കോണ്ടെക്സ്റ്റ്. ഇതിന്റെ സ്റ്റോപ്പിൽ എന്താണോ ആ കോണ്ടെക്സ്റ്റിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ. ഓക്കെ, ഇനി ഇത് പുഷ് മെത്തേഡ് ആണെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നിങ്ങൾ തൊട്ട് മുമ്പ് ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നാണോ പുതിയ കോണ്ടെക്സ്റ്റിലേക്ക് മൂവ് ചെയ്ത്, ആ രണ്ട് കോണ്ടെക്സ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കും, ഇനീഷ്യലി ഇവിടെ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന കോണ്ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് ഈ സെക്കൻഡ് പേജിൽ നിന്ന് ഞാൻ തേർഡ് പേജിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, സെക്കൻഡ് പേജ് ഇവിടെ ഉണ്ട് ഓൾറെഡി,
ആ കോണ്ടാക്ട്സ് അവിടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും, അടുത്ത് നിങ്ങൾ എത്തുന്ന നെക്സ്റ്റ് കോണ്ടാക്ട്സ് ഏതാണോ അത് എവിടെ ആഡ് ചെയ്യും, അത് ഈ സ്റ്റാക്കിലേക്ക് ആഡ് ആവും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് യുവർ പുഷ് മെത്തേഡ്. പുഷ് മെത്തേഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ബേസ്ഡ് റൗട്ടിംഗിൽ ഹാപ്പൻ ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ സ്റ്റാക്കിന്റെ ടോപ്പ് എന്താണ്, ടോപ്പിൽ നിൽക്കുന്ന എവിടെയാണ്, തേർഡ് പേജ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതായിരിക്കും, തേർഡ് പേജ് ആയിരിക്കും. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഗോ ടു തേർഡ് പേജ്. സോ ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ ഡോട്ട് ഫയൽ. This is third page. Okay, now let me copy this thing, Control C, Control V, and let me rename this thing to be third page. Refactor, rename, and this is third page. Okay, and I need to go to home. First page, go to home. Okay, and save this. And first പേജിൽ നിന്ന് നമ്മൾ സെക്കൻഡ് പേജിലെത്തി. സെക്കൻഡ് പേജിൽ നിന്ന് എന്ത് ചെയ്യണം, സെക്കൻഡ് പേജിൽ നിന്ന് നമ്മൾ തേർഡ് പേജിലേക്ക് പോകണം. സോ കോൾ ദ നാവിഗേറ്റർ ക്ലോസ്, നാവിഗേറ്റർ ഡോട്ട് പുഷ്. ഓക്കെ, ആൻഡ് കോൾ ദ മെറ്റീരിയൽ പേജ് റൗട്ട് ക്ലാസ്, ദെൻ പാസ് ദ കോണ്ടെക്സ്റ്റ്. ഒറ്റ സ്റ്റെപ്പ് പുറത്തിറങ്ങുക. 3 ബ്രാക്കറ്റ് അടുപ്പിച്ച് ക്ലോസ് ആവുന്നുണ്ടാവും. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ബിൽഡർ, ആൻഡ് ആ ബിൽഡറോട് ഒന്നോട്ടെ ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഇവിടെ ഇടുക. ഓക്കെ, അപ്പോൾ ആ ബിൽഡറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ബ്രാക്കറ്റ് വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ആ ബിൽഡർ എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യണം, കോണ്ടാക്ട്സ് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 3 ബ്രാക്കറ്റ് അടുപ്പിച്ച് ക്ലോസ് ആവുന്നുണ്ടാവും. ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് പുറത്തിറങ്ങിയിട്ട് ഒരു ആരോ ഫംഗ്ഷൻ എഴുതുക. കോൾ ദ ക്ലാസ് യു വാണ്ട് ടു മൂവ് ഇൻ ടു തേർഡ് പേജ്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, പുട്ട് എ സെമിക്കോളൻ ആൻഡ് റൺ ദിസ് പ്രോജക്ട്. ആൻഡ് ഇഫ് യു ക്ലിക്ക് ഹിയർ, നൗ യു ആർ ഇൻ തേർഡ് പേജ്. ഇവിടെ നമുക്ക് ഗോ ഹോം എന്നുണ്ടായിരിക്കും. തേർഡ് പേജിലെ കളർ നമുക്ക് മാറ്റാം. തേർഡ് പേജ് ഷുഡ് ബി എ ബ്ലൂ. ഓക്കെ, ആൻഡ് സേവ് ദിസ്. നൗ യു ആർ ഇൻ തേർഡ് പേജ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് പേജിൽ നിന്നും ഗോ ടു ഹോം എന്ന് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഹോം പേജിലേക്ക് എന്ത് ചെയ്യണം, റൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരിക്കും ആപ്പ് ചെയ്യേണ്ടി വരിക നിങ്ങൾക്ക് ഇപ്പം തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ദ നാവിഗേറ്റർ ക്ലോസ്, നാവിഗേറ്റർ ഡോട്ട് പുഷ്. ഓക്കെ, മെറ്റീരിയൽ പേജ് റൗട്ട് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ദെൻ ഫസ്റ്റ് പേജിലേക്ക് എന്ത് ചെയ്യണം, പോകണം. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ആൻഡ് ഇഫ് യു ക്ലിക്ക് ഹിയർ, നൗ യു ആർ ഇൻ ഫസ്റ്റ് പേജ്. And some of you may notice some changes here, and there is an arrow in your app bar. Okay, and ഞാൻ ഇനീഷ്യലി പേജ് ലോഡ് ആക്കി തരാം. ആദ്യം ഞാൻ റൺ ചെയ്ത് വരുമ്പോൾ യു ക്യാൻ സീ ദർ ഇസ് നോ ബാക്ക് ആരോ ഹിയർ. ബട്ട് ഞാൻ ആ തേർഡ് പേജിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തപ്പോൾ എന്തുണ്ട്, യു ഹാവ് എൻ ബാക്ക് ആരോ ഹിയർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഹാപ്പൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നാവിഗേറ്റർ ഡോട്ട് പുഷ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അതായത് ഓരോ പേജിൽ നിന്ന് പുഷ് ചെയ്യുമ്പോഴും ആദ്യം ഉണ്ടായിരുന്ന കോണ്ടാക്ട്സും നിങ്ങൾ എത്തിയ കോണ്ടാക്ട്സും പുതിയ കോണ്ടാക്ട്സും സ്റ്റാക്കിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പുഷ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, യു ഹാവ് എ ഡിഫറെൻറ്റ് കോണ്ടാക്ട്സ്. അതായത് നിങ്ങൾ 2 കോണ്ടാക്ട്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. നിങ്ങൾ തൊട്ട് മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള കോണ്ടാക്ട്സ് നിങ്ങളുടെ സ്റ്റാക്കിൽ ഉണ്ടായിരിക്കും. ആ കേസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇവിടെ ഒരു ബാക്ക് ആരോ ആപ്പ് ബാർ ഉണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് നിങ്ങൾക്ക് ഒരു ബാക്ക് ആരോട് ഉണ്ടായിരിക്കും. ഞാൻ സെക്കൻഡ് പേജിലേക്ക് പോയി, ഇവിടെ ആപ്പ് ബാർ ഉണ്ടോ, അതായത് നമ്മളെ സെക്കൻഡ് പേജിനകത്ത് ആപ്പ് ബാർ ഇല്ല. ലെറ്റ് മീ റൈറ്റ് ആൻ ആപ്പ് ബാർ ഹിയർ. ഇവിടെ ഞാൻ ഒരു ആപ്പ് ബാർ ആഡ് ചെയ്യാണ്. സ്കഫോൾഡിന്റെ പ്രോപ്പർട്ടിയാണ് ആപ്പ് ബാർ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. നൗ യു ക്യാൻ സീ എ ബാക്ക് ആരോ, ആൻഡ് ഇഫ് യു ക്ലിക്ക് ദിസ് ബാക്ക് ആരോ, യു ആർ ആക്ച്വലി പോപ്പിംഗ് സംതിങ് ഫ്രം യുവർ സ്റ്റാക്ക്. ഈ സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, യു ആർ ആക്ച്വലി പോപ്പിംഗ്. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ പേജിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഗ്രീൻ കളറാണ് ഇപ്പോൾ നമ്മളെ സെക്കൻഡ് പേജ്. ആ സെക്കൻഡ് പേജ് നമ്മൾ എത്തി. ഇപ്പൊ ഞാനിത് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടുന്ന് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതിവിടെ ഇല്ല. ഇതിവിടെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള കോണ്ടാക്ട്സ് എന്താണ്, അല്ല ഇതിവിടെ ഇല്ല. ഇത് തൊട്ടും ബാക്കിലുള്ള കോണ്ടാക്ട്സ് ഏതാണ്, അതിന്റെ തൊട്ട് മുമ്പുള്ള കോണ്ടാക്ട്സ് ഈ പേജാണ്. അപ്പോൾ ആ കോണ്ടാക്ട്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. വൺസ് അഗൈൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കോണ്ടാക്ട്സ് വന്നു, യു ഹാവ് എ ബാക്ക് ആരോ ആൻഡ് പോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടതാണ്. സിംപ്ലി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്ക് അടിച്ച് വരുമ്പോൾ അതിന്റെ തൊട്ടുമ്പത്തെ ആ വന്ന പേജ്, ആദ്യത്തെ പേജ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ദാറ്റ് ഷുഡ് ബി പുഷ്. അത് പുഷ് ആയിരിക്കണം. അതല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ പേജിലേക്ക് വേറെ റൗട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇടണം. അപ്പോൾ സിംപിളി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പുള്ള കോണ്ടാക്ട്സ് അവിടെ കിട്ടും. ജസ്റ്റ് ഒരു ബാക്കിൽ എന്ത് ചെയ്യും, ആ കോണ്ടാക്ട്സ് നിങ്ങൾക്ക് തിരിച്ച് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ആ കോണ്ടാക്ട്സിലേക്ക് പോകണം. ലെറ്റ് മീ ആഡ് വൺ മോർ ബട്ടൺ ഹിയർ. ഇവിടെ നമ്മൾ കോളമാണ്, എലവേറ്റഡ് ബട്ടൺ കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, വൺ മോർ എലവേറ്റഡ് ബട്ടൺ ആഡ് ചെയ്യാണ്. ആൻഡ് സെക്കൻഡ് പേജിനകത്ത് എലവേറ്റഡ് ബട്ടൺ ഓൺ പ്രസ്, ആൻഡ് ഓൺ പ്രസ്സിനകത്ത് ടെക്സ്റ്റ്
ഗോ ബാക്ക് എന്ന് കൊടുത്തു. ഗോ ബാക്ക് എന്ന് വെച്ചാൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തൊട്ട് മുമ്പത്തെ പേജിലേക്ക് തിരിച്ചു പോകണം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇവിടെ എഴുതുക? അപ്പൊ നമ്മൾ ഇവിടെ നാവിഗേറ്റർ ഡോട്ട് പുഷ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിളി എന്ത് ചെയ്താൽ മതി, ആ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പം ഉള്ളത് ഈ കോണ്ടാക്ട്സ് ആണ്, അതിനെ പോപ്പ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ തൊട്ട് മുമ്പുള്ള കോണ്ടാക്ട്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ സിംപ്ലി കോൾ നാവിഗേറ്റർ ഡോട്ട് പോപ്പ് ആൻഡ് പാസ് ദ കോണ്ടാക്ട്. സേവ് ചെയ്യുക. ആൻഡ് ഇത് ഏത് പേജിലാണ്? സെക്കൻഡ് പേജാണ്. ഗോ ടു സെക്കൻഡ് പേജ്. നൗ യു ഹാവ് എ second button here, and if you click here, now you can see you just came back. തിരിച്ച് പഴയ പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, പുതിയ കോണ്ടാക്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഹാപ്പൻ ചെയ്യുന്നത് ആ പോപ്പിംഗ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പോപ്പ് കോണ്ടാക്ട്സിനെ വിളിച്ചാൽ മതി. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സംടൈംസ് നമുക്ക് എന്തായിരിക്കും, എപ്പോഴും ഇങ്ങനെ അയക്കാനില്ല. നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൽ വന്നു. ഇൻ സം കേസസ് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ബാക്കിലെ പേജിലേക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സെനാരിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന കോണ്ടാക്ട്സ് എന്ത് ചെയ്യണ്ട, ആ സ്റ്റാക്കിലേക്ക് വരണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏത് മെത്തേഡിന് ഉപയോഗിക്കും? സി ലെറ്റ്സ് ഡു സംതിങ് ലൈക്ക് ദിസ്. സി, എനിക്ക് ഗോ ടു തേർഡ് പേജ് വേണം. അപ്പോൾ എനിക്ക് പക്ഷെ എന്ത് വേണ്ട, ഇതിന് തൊട്ട് മുമ്പത്തെ കോണ്ടാക്ട്സ് എന്ത് ചെയ്യണ്ട, അവിടെ റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്റ്റാക്കിൽ എന്ത് ചെയ്യണ്ട, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനത്തെ സെനാരിയോസ് നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഇവിടെ ഗോ ടു തേർഡ് പേജ് എന്ന് എഴുതി കൊടുത്ത് ഇങ്ങനെ എഴുതി, ഞാൻ ഇത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേറൊരു മെത്തേഡിനെ കോൾ ചെയ്യാം. നാവിഗേറ്റർ ക്ലാസ്സിൽ തന്നെ നാവിഗേറ്റർ ഡോട്ട് പുഷ് റീപ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എക്സാക്ട്ലി സെയിം ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മെറ്റീരിയൽ പേജ് റൗട്ട് കോണ്ടെക്സ്റ്റ്, ദെൻ യു വാണ്ട് ടു ഗോ ഇൻ ടു, നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് പേജിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആ തേർഡ് പേജിനെ എന്ത് ചെയ്തു, കോൾ ചെയ്തു. ഓക്കെ, നേരത്തെ ചെയ്തതും ഇതും തമ്മിലുള്ള മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഡെമോൺസ്ട്രേഷനിൽ വരിക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ സെക്കൻഡ് പേജിലാണുള്ളത്. ഈ സെക്കൻഡ് പേജ് ക്ലിക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തേർഡ് പേജിലേക്ക് മൂവ് ചെയ്തു. പക്ഷേ പുഷ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സെക്കൻഡ് പേജ് ഇവിടെ ഓൾറെഡി നമ്മൾ സെക്കൻഡ് പേജിൽ എത്തിയപ്പോൾ ആദ്യം നിന്ന് പുഷ് ആയതുകൊണ്ട് അത് ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് പേജിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ആ തേർഡ് പേജും കൂടി ഇവിടെ എന്ത് ചെയ്യും, ഈ കോണ്ടാക്ട്സിലേക്ക് ആഡ് ആവും. പക്ഷേ പുഷ് റീപ്ലേസ്മെന്റിൽ ഒരു കാര്യം കൂടി ഇവിടെ ഹാപ്പൻ ചെയ്യും. ഇതാണ് നോർമൽ പുഷ് ആണെങ്കിൽ ഹാപ്പൻ ചെയ്തത്. പുഷ് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന കോണ്ടാക്ട്സ് എന്ത് ചെയ്യും, ഇവിടുന്ന് പോപ്പ് ചെയ്തിട്ട് കറന്റ്ലി നിങ്ങൾ നിൽക്കുന്ന ആ പുതിയ കോണ്ടാക്ട്സിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തുണ്ടായിരിക്കില്ല, ഈ സെക്കൻഡ് പേജ് ഈ ഒരു കോണ്ടാക്ട്സ് അവിടെ ഇല്ല, ഈ സ്റ്റാക്കിൽ ഉണ്ടായിരിക്കില്ല. ബിക്കോസ് അത് റിമൂവ് ചെയ്തു. അതിന് മുമ്പുള്ള കോണ്ടാക്ട്സ് അവിടെ ഉണ്ടായിരിക്കും, കാരണം അത് പുഷ് ചെയ്ത് വന്നാണ്, അത് ഓൾറെഡി അവിടെ ഉണ്ട്. സ്റ്റാക്കിൽ എപ്പോഴും ലിഫോ ആണെന്ന് ഓർത്തിരിക്കുക, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പോൾ നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ ഇത് പോപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ കോണ്ടാക്ട്സ് ആഡ് ചെയ്യുന്നത്. ടോപ്പിൽ നിന്നും കറന്റ്ലി നിങ്ങൾ ഉണ്ടായിരുന്ന കോണ്ടാക്ട്സ് പോപ്പ് ചെയ്തിട്ട് പുതിയ സാധനം എന്ത് ചെയ്യും, ആ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, പുഷ് റീപ്ലേസ്മെന്റ് ആണ്, സേവ് ചെയ്തു. ദെൻ ഗോ ടു തേർഡ് പേജ്. നോ യു ക്യാൻ ഒബ്സർവ് സംതിങ്. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ആപ്പ് ബാർ എഴുതുകയാണ്. തേർഡ് പേജിൽ ഞാൻ ആപ്പ് ബാർ എഴുതുകയാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ബാക്ക് ആരോ കിട്ടും. ഇവിടെ ഞാനൊരു ആപ്പ് ബാർ ആഡ് ചെയ്തു, സേവ് ചെയ്തു. നിങ്ങൾക്ക് അവിടെ ബാക്ക് ആരോ ഉണ്ട്. പക്ഷേ നോർമലി പുഷ് ആണെങ്കിൽ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും വരേണ്ടി വരിക, സെക്കൻഡ് പേജിലേക്കാണ് വരേണ്ടത്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ജസ്റ്റ് ട്രാവൽഡ് ഇൻ ടു ദ ഫസ്റ്റ് പേജ്. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എന്ത് ചെയ്തു, ഇവിടുന്ന് പോയപ്പോൾ ഇതിലിടക്കുണ്ടായിരുന്ന ഇയാളെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആരേ ഉള്ളൂ, ഈ ആളും പുതിയ കോണ്ടാക്ട് സ്റ്റാക്കിലുണ്ട്. അതിന്റെ അതിന് മുമ്പേ നമ്മൾ ചെയ്ത് പുഷ് ചെയ്തിട്ടിരുന്ന ഈ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോണ്ടാക്ട് എവിടെ ഉണ്ട്, സ്റ്റാക്കിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് പേജിൽ ഇത് പുഷ് റീപ്ലേസ്മെന്റ് ആക്കിയെന്ന് വിചാരിക്കുക, ഇത് റീപ്ലേസ് ചെയ്തു, ഇങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, സേവ് ചെയ്തു, ക്ലിക്ക് ഹിയർ. നോ യു ഡോണ്ട് ഹാവ് എനി ബാക്ക് ആരോ. ഇവിടെ ബാക്ക് ആരോ ഇല്ല, കാരണം എന്തായിരിക്കും, ഇതിന്റെ ബാക്കിൽ കോണ്ടാക്ട്സ് ഇല്ല. ബിക്കോസ് നമ്മൾ റീപ്ലേസ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ ഇനി ആദ്യം ഉണ്ടായിരുന്ന കോണ്ടാക്ട്സ് സ്റ്റാക്കിലേക്ക് ആഡ് ആവുന്നില്ല. നമ്മൾ എത്തിപ്പെടുന്ന പുതിയ പേജ്, പുതിയ കോണ്ടാക്ട്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ സ്റ്റാക്കിലേക്ക് ആഡ് ആവുന്നുള്ളൂ. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ എന്തില്ല, ബാക്കിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ് റിമൂവ് ചെയ്തു. എന്നിട്ട് തേർഡ് പേജ് മാത്രം. ഇപ്പൊ നമ്മളെ സ്റ്റാക്കിൽ ഒരു ഒറ്റ ഐറ്റം ഉള്ളൂ,
അതാണ് എന്ത് നമ്മൾ ഈ പേജ്. കാരണം എല്ലാം നമ്മൾ റീപ്ലേസ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് ഗോ ടു ഹോം എന്നടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു യൂസ് തേർഡ് പേജ് എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, പുഷ് ആണ് ചെയ്ത് ഗോ ടു ഹോം എന്നടിച്ചു. അത് പുഷ് ആയതുകൊണ്ട് എന്തുണ്ട്, രണ്ട് കാര്യം ആഡ് ചെയ്തു. ഏത് പുതിയ പേജും പണ്ടുണ്ടായിരുന്ന പേജ്. ഇപ്പൊ സ്റ്റാക്കിലെ ടോപ്പിൽ ആരാണുള്ളത്, ഈ ഹോം പേജ് ആണുള്ളത്, ഫസ്റ്റ് പേജ് ആണുള്ളത്. ബാക്ക് അടിച്ച് എന്ത് കിട്ടും, ഇതിന് മുമ്പ് നിങ്ങൾ വന്ന പേജ് കിട്ടും. ഇത് റീപ്ലേസ്മെന്റ് ആയിരുന്നെങ്കിലോ, ഇത് റീപ്ലേസ്മെന്റ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കില്ല, സ്റ്റാക്കിനകത്ത് ഒറ്റ ഐറ്റം ഉണ്ടാവുള്ളൂ. അതാരായിരിക്കും, പുതിയ പേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പുഷ് റീപ്ലേസ്മെന്റ്. സംടൈംസ് നമുക്ക് എന്തായിരിക്കും വേണ്ടി വരിക, ഈ റീപ്ലേസ്മെന്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, ഇനി വേറെയും എന്തുണ്ട്, വേറെയും സെനാരിയോസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു സെനാരിയോ എന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് യുവർ ഹോം പേജ്. ദാറ്റ് മീൻസ് ഇതെന്റെ ലോഗിൻ പേജ് ആണ് എന്ന് വിചാരിക്കുക. നമുക്ക് പഴയ ഒരു ചിത്രം ഇതിനകത്ത് ഉണ്ടായിരിക്കും, അത് എടുക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ലോഗിൻ പേജ്. ഇവിടെ എനിക്കൊരു ബട്ടൺ ഉണ്ട്, ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഐ എം ഗോയിങ് ഇൻ ടു അനദർ പേജ്. വേറൊരു പേജിലേക്ക് എന്ത് ചെയ്യാണ്, ഞാൻ മൂവ് ചെയ്യാണ്. ആ പേജിൽ എന്തുണ്ട്, ഇത് രജിസ്റ്റർ പേജ് ആണെന്ന് വിചാരിക്കുക. രജിസ്റ്റർ, ഇവിടെ രജിസ്ട്രേഷൻ പേജ് ഉണ്ട്. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലോഗിൻ പേജിലേക്ക് ട്രാവൽ ചെയ്യാൻ പറയും. ഓക്കെ, ദെൻ ഇതെല്ലാം ഓക്കെ. അക്കൗണ്ട് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയാളെ എന്ത് ചെയ്യും, അയാളെ ഹോം പേജിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈ ഹോം പേജ്. ഇതാണ് എൻ്റെ ഹോം പേജ്. ഓക്കെ, ദെൻ ഹോം പേജിൽ ഐ ഹാവ് എ ലോഗ് ഔട്ട്. ഇവിടെ ഒരു ലോഗ് ഔട്ട് ബട്ടൺ ഉണ്ട്. ആൻഡ് ഹോം പേജ് ലോഗിൻ പേജ് പോലെ വേണ്ട, കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട. ഓക്കെ ഓക്കെ, ഇതാണ് എൻ്റെ ഹോം പേജ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൈ സെനാരിയോ സംതിങ് ലൈക്ക് ദിസ്. ഞാനിവിടെ ആപ്പ് തുറന്നു, ഈ പേജ് കണ്ടു. ഓക്കെ, ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും, ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകും, എൻ്റെ ഈ പേജിലേക്ക്. ഇവിടുന്ന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ പേജിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഞാൻ കറൻ്റ്ലി ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഒരു ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇതപ്പോൾ എന്തായിരിക്കും ചെയ്യുക, ഇത് പുഷ് ആയിരിക്കും. അപ്പൊ കാരണം ഇയാള് ചുമ്മാ അവിടെ തൊട്ട് നോക്കുമല്ലോ. അപ്പൊ ഇവിടെ ഈ പേജ് കാണണം, അയാൾ ചുമ്മാ ടച്ച് ചെയ്ത് നോക്കിയാണ്. അപ്പൊ അവിടെ എന്ത് തോന്നുന്നു, ഓൾറെഡി അയാൾക്ക് അക്കൗണ്ട് ഉള്ള ആളാണ്. ജസ്റ്റ് എന്താണ് ഈ ഫോമിൽ കാണാൻ വേണ്ടി ജസ്റ്റ് നോക്കി. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യണം, ഇത് പുഷ് ആയിരിക്കും. ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം, ഇയാൾക്ക് ബാക്കിലേക്ക് വരാൻ പറ്റണം. ഓക്കെ, ഇനി ആക്ച്വലി ഇയാൾ ഇവിടെയും ക്ലിക്ക് ചെയ്ത് നോക്കും. ചിലപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും, ജസ്റ്റ് അവിടെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു പോപ്പ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഇതിന്റെ ബാക്കിലെ പേജ് തന്നെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ എഴുതി കൊടുത്തു. ഓക്കെ, ഇനിയുള്ള സെനാരിയോ എന്ന് പറയുന്നത്, ആക്ച്വലി എനിക്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ലോഗിൻ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും, ഈ പേജിൽ നിന്നും ഞാൻ എൻ്റെ ഹോം പേജിലേക്ക് വന്നു. ഇതും ഞാൻ പുഷാണ് എഴുതിയെന്ന് വിചാരിക്കുക. ഇവിടെ ആപ്പൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും, ആദ്യത്തെ പുഷ് ആകുമ്പോൾ ഈ കോണ്ടാക്ട്സും ഈ പേജും ഇവിടെ ഉണ്ടായിരിക്കും, നിങ്ങളെ സ്റ്റാക്കിൽ ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ട് ഈ പേജുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പുതിയ കോണ്ടാക്ട്സും സ്റ്റാക്കിൽ ആഡ് ചെയ്തു. ആക്ച്വലി നിങ്ങൾ സൈൻ ഇൻ ചെയ്ത ആളാണ്. പക്ഷേ ഇവിടുന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ എന്ത് കാണും, നിങ്ങൾ തൊട്ട് മുമ്പ് പോയ പേജ്, ഈ പേജ് കാണും. അവിടുന്ന് ഒരു ബാക്ക് അടിച്ച് നിങ്ങൾ അതിന് മുമ്പേ ട്രാവൽ ചെയ്ത പേജ് കാണും. പക്ഷെ നമ്മളത് ആ ഒരു സെനാരിയോ ഒരു ആപ്പിലും കാണില്ലല്ലോ. നമ്മളത് ഫേസ്ബുക്ക് എടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, പിന്നെ അതുവരെ നമ്മൾ തൊട്ട് കളിച്ചിരുന്ന ഒരു കാര്യം എന്തുണ്ടായിരിക്കില്ല, അതിനകത്ത് ഉണ്ടായിരിക്കില്ല. നമ്മളെ ആപ്പിൽ നമ്മൾ ഹോം പേജിലായിരിക്കും ഉണ്ടാവും. ബാക്ക് അടിച്ച് എന്ത് ചെയ്യും, നമ്മളെ ആപ്പേ ക്ലോസ് ആയി പോവുകയും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ റെസ്യൂം സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സെനാരിയോ നമ്മൾ എങ്ങനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും, എനിക്ക് ഇങ്ങനെ വേണം. ഞാൻ ആദ്യം മുതൽ ലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞ സെനാരിയോ തന്നെ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് പേജ്. ഇവിടെ എനിക്ക് എന്ത് കിട്ടണം, രണ്ട് ബട്ടൺ, ഒരു ബട്ടൺ കൂടി ആഡ് ചെയ്യാം. ഫസ്റ്റ് പേജിനകത്ത് ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഒരു എലവേറ്റർ ബട്ടൺ കൂടി ആഡ് ചെയ്തു. ആൻഡ് ദാറ്റ് ഷുഡ് ബി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ. ഞാൻ ആ ഫോമൊന്നും ഉണ്ടാക്കുന്നില്ല, രജിസ്റ്റർ എന്നാണ്. ആൻഡ് ദിസ് ഷുഡ് ബി ലോഗിൻ എന്നാണ് എന്ന് വിചാരിക്കുക. സേവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ബട്ടൺ കിട്ടി. ആൻഡ് ലെറ്റ് മീ റീപ്ലേസ് ദ പൊസിഷൻ. ആൻഡ് ഫസ്റ്റ് നമുക്ക് ലോഗിൻ ബട്ടൺ വേണം. ഓക്കെ, ദെൻ സെക്കൻഡ് നമുക്ക് എന്ത് വേണം, രജിസ്റ്റർ ബട്ടൺ ഉണ്ട്. ദാറ്റ് ഈസ് എ കോമ. സേവ് ദിസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട്. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ പേജിലേക്ക് പോകണം. ആൻഡ് ആ രജിസ്റ്റർ പേജ് എന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡ് പേജ് ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് പേജ്. ആൻഡ് ലെറ്റ് മീ റീപ്ലേസ് ദിസ് ഇൻ ടു രജിസ്റ്റർ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ലോഗിൻ എന്നാക്കി. കാരണം അയാൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യാൻ പറയണം. ഇവിടെ നമ്മൾ സെക്കൻഡ് പേജ്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗിൻ ആക്കി. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയ തെറ്റിയതാണ്, ഡോണ്ട് വറി.
ആൻഡ് ദിസ് ഷുഡ് ബി രജിസ്റ്റർ. അവിടെ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ഇയാൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ആവണം. ആൻഡ് ഇയാൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളതാണ്, അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങോട്ട് പോകണം, കോൺടാക്സ്റ്റ് പോപ്പ് ചെയ്തു. ഇതിപ്പോൾ ബാക്ക് ആവാനുള്ള കാരണം ബാക്കിൽ എന്തില്ല, കോൺടാക്സ്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഒന്നുകൂടി റീബൂട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സെനാരിയോ ഞാൻ എല്ലാം പുഷ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പേജിൽ നിന്നും ഇയാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, അയാൾ ഓൾറെഡി അക്കൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡ് പേജ് കാണണം. ആൻഡ് മേക്ക് ദിസ് പുഷ് ആൻഡ് ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഓൾസോ പുഷ്. ഇയാൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ തേർഡ് പേജ് ആണ് നമ്മളുടെ എന്ത് പേജ് എന്ന് വിചാരിക്കുക, ഹോം പേജ് വിചാരിക്കുക, തേർഡ് പേജ്. ഓക്കെ, അയാൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്ക്, ഞാൻ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഹോം പേജിലേക്ക് വന്നത്. ആൻഡ് ഇവിടെ എഴുത്തൊക്കെ വേണമെങ്കിൽ മാറ്റാം, ഇവിടെ ലോഗ് ഔട്ട് ആക്കി മാറ്റാം, നമ്മളാ ചിത്രത്തിൽ വരച്ച പോലെ. ആൻഡ് ദിസ് ഷുഡ് ബി ലോഗ് ഔട്ട്. ഇയാൾ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, നമുക്ക് എങ്ങോട്ടാക്കി പോകേണ്ടി, അയാളെ അതിൻ്റെ ഫസ്റ്റ് പേജിലേക്ക്, ലോഗിൻ പേജിലേക്ക് പോകണം. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പഠിച്ച പുഷ് വെച്ച് ഇതെല്ലാം എഴുതി വെച്ചു. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇയാൾ പുഷ് ചെയ്തിട്ട് തേർഡ് പേജിലേക്ക് പോയി. രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ തേർഡ് പേജിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ സംതിങ് ഹാപ്പൻ ചെയ്ത് വിചാരിക്കും, ഞാൻ അത് ക്ലിയർ ചെയ്തു. ഓക്കെ, ദെൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യണം, ഓൾറെഡി അക്കൗണ്ടിലാണ്, കോൺടാക്ട്സ് എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. നൗ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇയാൾ ഓൾറെഡി ചുമ്മാ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്തു. നൗ യു ക്യാൻ സീ യുവർ രജിസ്റ്റർ പേജ്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്തു, രജിസ്റ്റർ പേജിൽ നിന്ന് അഗൈൻ ലോഗിൻ പേജിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു, ഇനി ഇയാൾ ആക്ച്വലി ലോഗിൻ ചെയ്തു. ഇയാൾക്ക് സൈൻ ഇൻ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടുന്ന് ബാക്ക് അടിച്ച് എന്ത് കാണിച്ചു തരും, ഇതിന് മുമ്പുള്ള പേജ് കാണിച്ചു തരും. അപ്പം ഇത് ചെയ്യാൻ പാടില്ല, ഇത് ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇയാളെ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റണം, രജിസ്റ്റർ പേജിൽ നിന്ന് ഒരു കാര്യം കൂടി എഴുതാം. രജിസ്റ്റർ പേജിൽ ഈ ലോഗിൻ എന്ന് പറയുന്നത് ഞാൻ വേറൊരു സെനാരിയോ കൊണ്ട് കാണിച്ചു തരാം. ലോഗിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, സെക്കൻഡ് പേജിൽ ലോഗിൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ റൗട്ട് തന്നെ എഴുതുകയാണ്, പുഷ് തന്നെ എഴുതി. അത് റൗട്ട് പുഷ് ചെയ്യേണ്ടത് എങ്ങോട്ടായിരിക്കും, എൻ്റെ ലോഗിൻ പേജിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, റൗട്ട് എഴുതി. ദാറ്റ് ഷുഡ് ബി ലോഗിൻ പേജ്. അങ്ങനെ പേജ് ഇല്ലല്ലോ, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഫസ്റ്റ് പേജ്. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാനിവിടെ അൺകമൻറ്റ് ദിസ് തിങ്. ആൻഡ് ഇവിടെ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്യണം. ആൻഡ് ഇമ്പോർട്ട് ദാറ്റ് ക്ലാസ് ആൻഡ് സേവ് ദിസ്. നൗ യു ക്യാൻ കം ബാക്ക് ഹിയർ. രജിസ്റ്റർ ക്ലിക്ക് ചെയ്തു, ലോഗിൻ ക്ലിക്ക് ചെയ്തു. നൗ യു ആർ ഇൻ ലോഗിൻ പേജ്. ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തു. ഓക്കെ, ദെൻ ഇഫ് യു ഗോ ബാക്ക്, തൊട്ട് മുമ്പുള്ള പേജ് കാണും. അവിടുന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ മുമ്പുള്ള പേജ് കാണും. അവിടുന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾ ഈ പേജ് കാണും, ബിക്കോസ് നമ്മളെല്ലാം പുഷാണ് ചെയ്തത്. അപ്പം ഈ ഒരു സെനാരിയോയിൽ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, ഈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെയൊക്കെ തൊട്ട് കളിച്ച് ഇവിടെ വന്നാലും അൾട്ടിമേറ്റ്ലി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാക്കിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കോണ്ടാക്ട്സുകൾ എന്ത് ചെയ്യണം, കളഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അയാൾ ഹോം പേജിലേക്കാണ് പോകുന്നതെങ്കിൽ ആ കോണ്ടാക്സ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മളുടെ ലോഗിൻ ബട്ടണിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് ലോഗിൻ ബട്ടൺ. ഇനീഷ്യലി ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് നാവിഗേറ്റർ ഡോട്ട് പുഷ് ആണ്. ആൻഡ് യു ക്യാൻ യൂസ് സംതിങ് ലൈക്ക് ദിസ്, നാവിഗേറ്റർ ഡോട്ട് പുഷ് ആൻഡ് റിമൂവ് അൺടിൽ എന്ന് പറഞ്ഞാലുണ്ട്. പുഷ് ആൻഡ് റിമൂവ് അൺടിൽ. ഇവിടെ ബാക്കിയെല്ലാം സെയിം ആണ്, പക്ഷെ ഇവിടെ മൂന്നാമതൊരു പാരാമീറ്ററും കൂടി ഉണ്ട്, റൗട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വി ജസ്റ്റ് പാസ്ഡ് എ ബൂൾ വാല്യൂ ഫാൾസ്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താന്ന് പറഞ്ഞുതരാം. മെറ്റീരിയൽ പേജ് റൗട്ടിനെ കോൾ ചെയ്തു, കോണ്ടെക്സ്റ്റ്, ദെൻ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ്, തേർഡ് പേജിലേക്കാണ് പോകേണ്ടത്. ദാറ്റ് ഈസ് എ ഹോം പേജ്. ആൻഡ് അൾട്ടിമേറ്റ്ലി അവസാനം വന്നിട്ട് എന്ത് ചെയ്യണം, പുട്ട് എ സെമി കോളൻ. ഇവിടെ ഒരു സെമി കോളൻ ഇട്ടു. ക്ലിക്ക് ചെയ്തു. നൗ ക്ലിക്ക് ഹിയർ. നൗ യു ക്യാൻ സി യു ആർ ഇൻ ഹോം പേജ്. ഇവിടുന്ന് ഞാൻ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യുവർ ആപ്പ് ഈസ് ഗോയിങ് ടു ക്ലോസ്. ഇവിടുന്ന് ആപ്പ് എന്ത് ചെയ്യും, ക്ലോസ് ആവും, ബിക്കോസ് ഇതിനകത്ത് എന്തില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ ഇവിടെ ബാക്ക് ബട്ടൺ ഇവിടുന്ന് എന്ത് ചെയ്യണം, ബാക്ക് ബട്ടൺ അടിച്ചു. യുവർ ആപ്പ് ഈസ് പോസ്റ്റ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തു. ആൻഡ് എഗെയിൻ ഞാൻ ക്ലിക്ക് ചെയ്തു ആൻഡ് റീബൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ ഹോം പേജ് കിട്ടി, ലോഗിൻ ചെയ്തു. ഇവിടെ എന്തില്ല, അതുവരെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കോണ്ടാക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഹോം പേജിൽ വന്നിട്ട് ഞാൻ കുറേ റൗട്ടിനകത്തൂടെയൊക്കെ പല പരിപാടിക്കകത്ത് ഇതിനകത്തൂടെ ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ പല പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും, അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് പുഷ് ചെയ്ത് ഹോം പേജിലേക്ക് കൊണ്ടുപോയാൽ മതിയോ. ഇപ്പോൾ ലോഗ് ഔട്ട് ചെയ്താൽ നമ്മൾ എന്ത് ഇവിടെ എത്തി. ഇപ്പോൾ നമ്മൾ ലോഗ് ഔട്ട് സ്റ്റേറ്റിൽ ലോഗിൻ പേജ് കാണുന്നത്, ബാക്ക് അടിച്ച് എന്ത് കാണാം, ഹോം പേജ് കാണാം. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും വരിക, തേർഡ് പേജിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഇത് എന്താക്കി മാറ്റണം,
you need to make this into push and remove until എന്നാക്കി. ഇവിടെ ഒരു പാരാമീറ്റർ മിസ്സിംഗ് ഉണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ സെക്കൻഡ് പാരാമീറ്റർ ഈ ബ്രാക്കറ്റ് എവിടെ ക്ലോസ് ആവും നോക്കുക ഇവിടെ, ആൻഡ് പുട്ട് എ കോമ ഹിയർ, ആൻഡ് ഇവിടെ വന്നിട്ട് റൗട്ട് എന്നുള്ള പാരാമീറ്ററിനെ കോൾ ചെയ്യുക. റൗട്ട് എന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ ആദ്യം പോലെ എഴുതാട്ടോ, ഞാനിപ്പോൾ എളുപ്പപ്പണി ചെയ്തതാണ്, ഫാൾസ് എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നൗ യു ആർ ഇൻ ഹോം യുവർ ലോഗിൻ പേജ്, ദർ ഈസ് നോ ബാക്ക്. ഇഫ് യു ക്ലിക്ക് ഹിയർ your app is closed, app will get closed. Okay, I think that is clear. അപ്പോൾ എപ്പോഴായിരിക്കും പുഷ് ഉപയോഗിക്കുക, എപ്പോഴായിരിക്കും പുഷ് റീപ്ലേസ്മെന്റ് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യമൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് പുഷ് ആൻഡ് റിമൂവ് അണ്ടിൽ മീൻസ് ക്ലിയർ എവറിത്തിങ് ആൻഡ് ഗോ ഇൻ ടു ദ ന്യൂ പേജ് എന്നാണ്. അതായത് ക്ലിയർ ദ സ്റ്റാക്ക്, ആഡ് ദ ന്യൂ കോണ്ടാക്ട്സ് ഇൻ ടു ദ സ്റ്റാക്ക് എന്നാണ് എന്ത് പറയുന്നത്, പുഷ് ആൻഡ് റിമൂവ് അണ്ടിൽ പറയുന്നത്. പുഷ് റീപ്ലേസ്മെന്റ് പറയുന്നത് എന്തായിരിക്കും, just remove the current context and add the new context. Okay, current context എന്താണോ അത് പോപ്പ് ചെയ്തിട്ട് പുതിയ കോണ്ടാക്ട്സ് ആഡ് ചെയ്യും. അണ്ടിലാണെങ്കിൽ മൊത്തം ക്ലിയർ ചെയ്യും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് ചെയ്യുന്നില്ല, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് നാവിഗേറ്റർ ക്ലാസ്സിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പാസ് വാല്യൂസ്, നിങ്ങൾക്ക് വാല്യൂസ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ഫസ്റ്റ് പേജ് വന്നു, ഫസ്റ്റ് പേജിൽ നിന്നും ഇവിടെ നമ്മൾ ഫസ്റ്റ് പേജ് വന്നു, ഫസ്റ്റ് പേജിൽ നിന്ന് ഇയാൾ ലോഗിൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ആളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് എന്ത് ചെയ്യണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അയാളുടെ സം വാല്യൂ, അയാളുടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന യൂസർ ഡാറ്റ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ സം വാല്യൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യാണ്, ലെറ്റ് മീ ക്രിയേറ്റ് സം വേരിയബിൾസ് ഹിയർ, ആൻഡ് ഞാൻ ഇതൊന്ന് നോ പ്രോബ്ലം, ഇവിടെ നമുക്ക് എഴുതാം. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് വേരിയബിൾ ഹിയർ. സി സ്ട്രിങ് ടൈപ്പിൽ സ്ട്രിങ് നെയിം എന്ന് പറയുന്നത് ഈക്വൽ ടു സം നെയിം, ജോൺ ഡോ എന്ന് എഴുതി, DOE ജോൺ ഡോ എന്ന് എഴുതി, പുട്ട് സെമിക്കോളൺ, ആൻഡ് സ്ട്രിങ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇമെയിൽ ഈക്വൽ ടു john@gmail.com എന്ന് എഴുതി. ഓക്കെ, ഐ നീഡ് ടു പാസ് ദിസ് വാല്യൂ ഇൻ ടു ദ ഹോം പേജ്. ഹോം പേജിൽ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ തേർഡ് പേജിൽ ഐ വാണ്ട് ടു print out this value. I have a text here. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ name, comma, text, it's not text button, text, email. ആരാണോ ലോഗിൻ ചെയ്തത് അയാളുടെ ക്രെഡൻഷ്യൽ എനിക്ക്, അല്ലെങ്കിൽ അയാളുടെ സം ഡാറ്റ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ തേർഡ് പേജിൽ വന്നാൽ ഇഫ് യു ക്ലിക്ക് ഹിയർ ലോഗിൻ, നൗ യു ക്യാൻ സീ നെയിം ആൻഡ് ഇമെയിൽ. ഇവിടെ ഇങ്ങനെയല്ല വരേണ്ടത്, നമുക്ക് ആ വാല്യൂ എന്ത് ചെയ്യണം, പാസ് ചെയ്ത് വരണം. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ പാസ് ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് പേജിൽ വരിക, ഏത് റൗട്ടിൻ്റെ കൂടെയാണ് വാല്യൂ പാസ് ചെയ്യണമെന്ന് നോക്കുക. തേർഡ് പേജിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെയുള്ള വാല്യൂ മൂന്നാമത്തെ പേജിലേക്കാണ്, ഈ പേജിലേക്കാണ് എത്തിക്കേണ്ടത്. അപ്പോൾ ആ ടാർഗറ്റ് പേജ് ഈ പേജിൽ വരിക. ഇങ്ങോട്ട് വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് ചുമ്മാ അങ്ങ് പാസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് കൺസ്ട്രക്ടർ ഇവിടെ വന്ന് പ്രോപ്പർട്ടി എഴുതുക, സ്ട്രിങ്, അവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂവിന്റെ ടൈപ്പ് എന്താണോ ആ ടൈപ്പിൽ ഇവിടെ എന്ത് ചെയ്യുക, വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സ്ട്രിങ് നെയിം. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ആൻഡ് സ്ട്രിങ് ഇമെയിൽ എന്ന് എഴുതി. ഓക്കെ, നോ പാസ് ദാറ്റ് വാല്യൂ ഇൻസൈഡ് യുവർ കൺസ്ട്രക്ടർ ഐദർ ആസ് എ ഓപ്ഷണൽ പാരാമീറ്റർ, അതല്ലെങ്കിൽ പൊസിഷണൽ ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാം. പൊസിഷണൽ ആർഗ്യുമെന്റ് ആണെങ്കിൽ മാൻഡേറ്ററി ആയിരിക്കും. ആൻഡ് യു വിൽ ഗെറ്റ് ആൻ എറർ ഹിയർ, ആൻഡ് ഈ എററിന് കാരണം എന്തായിരിക്കും, ദിസ് എ കോൺസ്റ്റ് കൺസ്ട്രക്ടറിൽ ഉള്ള വാല്യൂസ് ഒക്കെ എന്തായിരിക്കണം, ഫൈനൽ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫൈനൽ സ്ട്രിങ് എന്ന് എഴുതി, ഫൈനൽ സ്ട്രിങ്, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഫൈനൽ സ്ട്രിങ്. നൗ എററൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഇനി ഫസ്റ്റ് പേജിൽ നിന്നും വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പാസ് ചെയ്യാം. ഇതിൽ എങ്ങോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഈ ഇൻസ്റ്റൻസിലെ നെയിം കൺസ്ട്രക്ടർ ത്രൂ ആണ് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെയിം പാരാമീറ്ററിലേക്ക് എന്ത് ചെയ്യണം, യു നീഡ് ടു പാസ് നെയിം. ഈ നെയിം ഏതാണ്, ഈ നെയിം നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത ഈ വാല്യൂ ആണ്, ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ വാല്യൂ ആണ്. ആൻഡ് ലെറ്റ് മീ മേക്ക് ദിസ് സം അതർ വാല്യൂ. ഓക്കെ, ഈ വാല്യൂ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഒരു കാര്യം കൂടി പാസ് ചെയ്യാണ്ട്, ഇമെയിൽ എന്ന് പറയുന്നത് ഈ ആദ്യം എഴുതിയത് അപ്പുറത്തുള്ള പാരാമീറ്ററിന്റെ പേരാണ്, രണ്ടാമത് എഴുതുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇമെയിൽ. ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ലോഗ് ഔട്ട് ചെയ്തു, ലോഗിൻ പേജ് കണ്ടു, ക്ലിക്ക് ചെയ്തു. നൗ യു ഹാവ് വാല്യൂ. ഈ പേജിൽ ഈ ഇൻസ്റ്റൻസിൽ എന്തുണ്ട്, ഈ പ്രോപ്പർട്ടിയിലൊക്കെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തു. അത് കൺസ്യൂം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സിംപ്ലി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു നെയിം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം,
നെയിം. ഇതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വാല്യൂ പാസ് ചെയ്ത് വരുന്ന വാല്യൂനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. ഇതേപോലെ ഡോളർ നെയിം എന്ന് കൊടുത്തു സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ജോൺ ഡോ. ആൻഡ് ഇമെയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡോളർ ഇമെയിൽ. സേവ് ചെയ്തു, നോ യു ഗോട്ട് ഇമെയിൽ, നോ യു സക്സസ്ഫുള്ളി പാസ്ഡ് വാല്യൂ. ഇതേപോലെ നിങ്ങൾക്ക് വാല്യൂസ് എന്ത് ചെയ്യാം, എവിടെയാണോ എത്തിക്കേണ്ടത് ആ പേജിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ആ കൺസ്ട്രക്ടറിൽ വന്നിട്ട് പാരാമീറ്റേഴ്സ് എഴുതുക. എവിടുന്നാണോ പാസ് ചെയ്യേണ്ടത് അവിടെ നിന്ന് വാല്യൂ ആ പാരാമീറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ആൻഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഡാറ്റയുടെ അതേ ടൈപ്പിലുള്ള വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ ഇനി വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വാല്യൂ ഞാൻ പാസ് ചെയ്തു, ഇവിടെ എത്തി. ഇതൊരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണെങ്കിലും ഇവിടെ വന്നിട്ട് ഞാൻ അതിനെ കൺവേർട്ട് ചെയ്യാണ് സ്റ്റേറ്റ്ഫുൾ ആയിട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബൾബ് കത്തിക്കുക, സ്റ്റേറ്റ്ഫുൾ ആക്കുക. ഓക്കെ, നൗ ഇറ്റ് ഈസ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. ആൻഡ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൽ വാല്യൂ ആക്സസ് ചെയ്യുന്നുണ്ടോ, വിഡ്ജറ്റ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. വിഡ്ജറ്റ് ഡോട്ട് നെയിം, വിഡ്ജറ്റ് ഡോട്ട് ഇമെയിൽ എന്നുള്ളത്. ഓക്കെ, ആൻഡ് സേവ് ദിസ്. എവറിത്തിങ് ഈസ് സെയിം. ആൻഡ് ലോഗ് ഔട്ട് ചെയ്തു, ലോഗിൻ ചെയ്തു, നൗ യു ഹാവ് വാല്യൂ. ആൻഡ് ഇത് നമ്മൾ അവിടുന്ന് കൊടുത്ത വാല്യൂസ് ആണ്. ആൻഡ് അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി പാസിംഗ് വാല്യൂസ്. ഓക്കെ അല്ലേ, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ആൻഡ് വൺ മോർ എക്സാമ്പിൾ, സപ്പോസ് ദിസ് വാല്യൂ, ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു മാപ്പ് ആണെങ്കിലോ, ലെറ്റ് മീ ക്രിയേറ്റ് എ മാപ്പ്, ഡാറ്റ ഈക്വൽ ടു എ മാപ്പ്. ഓക്കെ, ആൻഡ് മാപ്പ് ആവുമ്പോൾ യൂസ് ദ കീവേഡ് മാപ്പ്, സ്ട്രിംഗ് കോമ ഡൈനാമിക് ഡാറ്റ, ക്ലോസ് ദ ബ്രാക്കറ്റ്, ഈക്വൽ ടു ഡാറ്റ. ഈ ഡാറ്റ എന്ന് പറയുന്ന ആദ്യം എന്തായിരിക്കും, നെയിം എന്ന് പറഞ്ഞത് ഒരു കീ ഉണ്ടാക്കി, ദാറ്റ് ഷുഡ് ബി നെയിം ആൻഡ് ദ വാല്യൂസ് ആക്ച്വലി കമ്മിങ് ഫ്രം ദാറ്റ് വേരിയബിൾ. ഞാൻ എഴുതാൻ പഠിച്ചിട്ടാണ്. ഇവിടെ നെയിം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം, നെയിം ജോബിൻ കോമ ആൻഡ് ഇമെയിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ജോബിൻ അറ്റ്. ഓക്കെ, then you can pass more values, mobile number, phone number, that should be ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു ഡാറ്റ പാസ് ചെയ്തു. ഈ ഡാറ്റ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പുറത്തെ പേജിലേക്ക്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ആണ് കൊണ്ടുപോയത്, ഓരോരോ വാല്യൂ എടുത്ത് കൊണ്ടുപോയി. മേ ബി സംടൈംസ് ഇപ്പോൾ ഫയർബേസിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് സ്നാപ്ഷോട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാപ്പായിരിക്കും വരുന്നത്. അതെങ്ങനെ ആസ് എ വോൾ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, തേർഡ് പേജിൽ വന്നിട്ട് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കളയുന്നുണ്ട്. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് മാപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഫൈനൽ സ്ട്രിങ് മാപ്പ് സ്ട്രിങ് ഡൈനാമിക് എന്നാക്കി, ഡൈനാമിക്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, ഡാറ്റ തന്നെ പേര് കൊടുത്തു. ആൻഡ് ദിസ് ഷുഡ് ബി ഫൈനൽ, ആൻഡ് യു ക്യാൻ മേക്ക് ദിസ് ഫൈനൽ ആൻഡ് റിമൂവ് ദിസ് തിങ്. ഇതിവിടെ ഇല്ലല്ലോ, ഈ പ്രോപ്പർട്ടീസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഐ കാൺ റെഫർ ദിസ് ഹിയർ. ദിസ് ഡോട്ട് ഡാറ്റ പാസ് ചെയ്തു. ആൻഡ് ഇവിടുത്തെ എറർ എന്തായിരിക്കും, ആൻഡ് ദിസ് ഷുഡ് ബി നള്ളബിൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, നള്ളബിൾ ആക്കി. ആൻഡ് സേവ് ചെയ്തു. ആൻഡ് യു ഹാവ് ആൻ എറർ തേർഡ് പേജിൽ ഇവിടെ എറർ ഉണ്ടായിരിക്കും. ഇത് മാറ്റാം. ഫസ്റ്റ് പേജിൽ എന്ത് ചെയ്യണം, ഇത് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡാറ്റ എന്നുള്ള പാരാമീറ്ററിനെ കോൾ ചെയ്തു. ആൻഡ് ഡാറ്റയിലേക്ക് ഇവിടെ കൊണ്ടുപോയി മൗസ് ഓവർ ചെയ്താൽ കാണിച്ചു തരും. ഡാറ്റയുടെ ടൈപ്പ് എന്താണ്, ഡാറ്റ എക്സ്പെക്ട് ചെയ്യുന്നത് മാപ്പാണ്. സോ വി ഓൾറെഡി ഹാവ് എ മാപ്പ്, സോ പാസ് ദാറ്റ് ഡാറ്റ. ഓക്കെ, നൗ കം ഹിയർ. ഇവിടെ വന്നിട്ട് തേർഡ് പേജിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വിഡ്ജറ്റ് ഡോട്ട് ഡാറ്റ എന്ന് കോൾ ചെയ്യുക. അതാണല്ലോ പാസ് ചെയ്ത് വന്നത്. അതിലെ നെയിം കീ ആക്സസ് ചെയ്യണം. ഡാറ്റ നള്ളബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, പുട്ടൻ എക്സ്ക്ലമേറ്ററി മാർക്ക് ചെയ്യും. ഓർ നിങ്ങൾക്ക് നള്ളബിലിറ്റി ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഡാറ്റ എന്ന് എഴുതി. ആൻഡ് എന്ത് ചെയ്യണം, ആൻഡ് ഇമെയിൽ. Then if you want phone number, and you can have phone, and save this. And this is phone, and this is phone, and save this. Now you'll get an error, no such constructor in the third page. Data illa ivide, data. Okay, go back, reboot this thing. ഒന്നുകൂടി റീബൂട്ട് ചെയ്തു, ലോഗിൻ പേജിലേക്ക് പോയി. നൗ യു ഹാവ് ഡാറ്റ. ഫോൺ നമ്പർ എന്ന് പറയുന്നത് നള്ളാണെന്ന് പറഞ്ഞു. അതിന് കാരണം നമ്മളിവിടെ മൊബൈലിൽ എന്തോ കൊടുത്തത്. ആ കീ എക്സാക്ട്ലി സെയിം ആയിരിക്കും കേട്ടോ. ദിസ് ഇസ് നോട്ട് ഫോൺ, ദിസ് ഇസ് ആക്ച്വലി മൊബൈൽ. ഓക്കെ, സേവ് ദിസ്. നൗ യു ഹാവ് ഓൾ ദ വാല്യൂസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി പാസിംഗ് ഡാറ്റ. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ ഓക്കെ, ഇനി നമുക്കുള്ളത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ്. നെയിംഡ് റൗട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. നെയിംഡ് റൗട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ ടെക്നിക് ഫോർ ഇംപ്ലിമെന്റിംഗ് നാവിഗേഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ റൗട്ട്സിനെ സ്ട്രിങ് ഐഡന്റിഫയേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ദാറ്റ് മീൻസ് നെയിംസ് ഉപയോഗിച്ച്, റൗട്ട് നെയിംസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്യാം.
അപ്പോൾ ഇപ്പൊ നമ്മൾ എഴുതിയത് എങ്ങനെയാണ്, ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നീട്ടി വലിച്ചിങ്ങനെ മെറ്റീരിയൽ പേജ് റൗട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി. പക്ഷെ നാവിഗേറ്റർ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പുഷ് ഈ പറയുന്ന എല്ലാത്തിന്റെയും ഒരു നെയിംഡ് റെപ്ലിക്ക നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഡെമോൺസ്ട്രേറ്റ് ദാറ്റ്. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു ലാർജർ ആപ്ലിക്കേഷനകത്തൊക്കെ റൗട്ട് മാനേജ് എന്ന് പറഞ്ഞ് മേ ബി ഒരു ബിറ്റ് മോർ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ കം ഇൻ ടു യുവർ മെയിൻ ഡോട്ട്. ഇവിടെ മെറ്റീരിയൽ ആപ്പിന് ഒരു പ്രോപ്പർട്ടി വരും. മെറ്റീരിയൽ ആപ്പിന് നമുക്കറിയാലോ ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ് ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പാസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ആപ്പ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. കാരണം അത് ഇൻഹെറിറ്റ് ചെയ്തു, ആ ട്രീയിൽ മൊത്തം ഇൻഹെറിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൗട്ട്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്, ഒരു പ്രോപ്പർട്ടി. അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കീ എന്ന് പറയുന്നത് ഇനീഷ്യൽ റൗട്ട്, ദാറ്റ് റൂട്ട് സിമ്പിൾ അത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ യു ക്യാൻ ഡിഫൈൻ ദ റൗട്ട് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആൻഡ് ഫസ്റ്റ് പേജ് എന്ന് എഴുതി, ഫസ്റ്റ് പേജ്. ഓക്കെ, ദെൻ ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഹോം എന്ന് പറഞ്ഞിട്ട് റൗട്ട് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ഷുഡ് ബി കോണ്ടെക്സ്റ്റ് തേർഡ് പേജ്. അതാണ് നമ്മൾ ഹോം പേജ്. നമ്മളിപ്പോൾ പേര് കൊടുത്തത് അങ്ങനെയാണ്, തേർഡ് പേജ്. ഇത് മനസ്സിലാവണമെന്ന് വിചാരിക്കാം, നമ്മൾ പഴയ എക്സാമ്പിൾ എഴുതി ചെയ്താണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു രജിസ്റ്റർ പേജ് ഉണ്ട്, അതാണ് നമ്മളെ സെക്കൻഡ് പേജ്. രജിസ്റ്റർ എന്ന് പറഞ്ഞ പേജ് ഉണ്ടാക്കി. ഇതിൽ എന്ത് ചെയ്തു, കോണ്ടെക്സ്റ്റ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് പേജിനെ കോൾ ചെയ്തു, സെക്കൻഡ് പേജ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ലെറ്റ് മീ റീബൂട്ട് മൈ ആപ്പ്. ഞാൻ ആപ്പ് റീബൂട്ട് ചെയ്തു. മോസ്റ്റ് പ്രോബബ്ലി യു വിൽ ഗെറ്റ് ആൻ എറർ. ഓക്കെ, എക്സാക്ട്ലി യു വിൽ ഗെറ്റ് ആൻ എറർ. ഇവിടുത്തെ ഈ എറർ എന്താണെന്ന് ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എറർ ഞാൻ കാണിക്കാൻ വേണ്ടി തന്നെ ട്രിഗർ ചെയ്തതാണ്. ഇവിടെ കണ്ടോ, ഫെയിൽഡ് അസേർഷൻ എറർ വന്നു. ഹോം ഈക്വൽ ടു നൾ ഓർ നോട്ട് റൗട്ട്സ് ഡോട്ട് കണ്ടെയ്ൻസ് നാവിഗേറ്റർ ഡോട്ട് ഡീഫോൾട്ട് റൗട്ട് നെയിം. ഇത് മീൻ ചെയ്യുന്നതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ ഇവിടെ റൗട്ട്സ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോം എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്, ഇനീഷ്യൽ റൗട്ട് എന്നാണ്. ഇനീഷ്യൽ റൗട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഇനീഷ്യൽ റൗട്ട് ഒരു സ്ട്രിങ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ റൗട്ടിന്റെ പേര് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ആദ്യം ലോഡ് ചെയ്യേണ്ടത് എന്താണ്, ഇതാണ് ലോഡ് ചെയ്യേണ്ടത്. ആൻഡ് ലെറ്റ് മീ റീബൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ആസ് ഇറ്റ് ഈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നിങ്ങളുടെ പേജ് വന്നു. ഇനി നമ്മൾ ഇത്ര നേരം എഴുതിയത് എന്തായിരിക്കും, ലോഗിൻ ഞെക്കി കഴിഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ തേർഡ് പേജിലേക്ക് പോകും, ഹോം പേജിലേക്ക് പോകും. നമ്മളിവിടെ എന്താ എഴുതിയത്, നമ്മളിവിടെ എഴുതിയത് ഇങ്ങനെയാണ് എഴുതിയത്, റിമൂവ് അൺടിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എഴുതിയത്. അതിന് പകരം നിങ്ങൾക്ക് നെയിംഡ് റൗട്ട് ഉപയോഗിക്കാം. സോ യു ക്യാൻ യൂസ് എക്സാക്ട്ലി നമ്മളുടെ നാവിഗേറ്റർ ക്ലാസ്സിനെ കോൾ ചെയ്യാം. നാവിഗേറ്റർ ഡോട്ട് പുഷ് നമ്മൾ ഉപയോഗിക്കാൻ അറിയാം. അതിന്റെ എന്തുണ്ട്, പുഷ് നെയിംഡ് ഉണ്ട്. അതേപോലെ തന്നെ പുഷ് നെയിംഡ് ആൻഡ് റിമൂവ് അൺടിൽ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം ക്ലിയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പോകേണ്ടത്, നേരത്തെ നമ്മളിവിടെ റൗട്ടാണ് കോൾ ചെയ്തത്. റൗട്ട് അപ്പോൾ നമ്മൾ മെറ്റീരിയൽ പേജ് റൗട്ട് വെച്ച് ബിൽഡ് ചെയ്തു, ബിൽഡർ ഉപയോഗിച്ചിട്ട്. ഇവിടെ നമ്മൾ അങ്ങനെ കൊടുക്കണ്ട, ഇവിടെ സ്ട്രിങ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, സ്ലാഷ് ഹോം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തു. ഓക്കെ, അതിന് അവസാനം ഒരു സെമിക്കോൺ ഇട്ടുണ്ടാവും. ഇവിടെ സെമിക്കോൺ ഇട്ടു, സേവ് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വരും, നൾ ചെക്ക് ഓപ്പറേറ്റർ യൂസ്ഡ് ഓൺ നൾ വാല്യൂ. ഓക്കെ, ആൻഡ് റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, ആൻഡ് ലോഗിൻ. and you will get an error, and I'll tell you what is error, because നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റൗട്ടിന്റെ കൂടെ ഡാറ്റ പാസ് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഈ നെയിംഡ് റൗട്ടിന്റെ കൂടെ എങ്ങനെ ഡാറ്റ കൊണ്ടുപോകും അത് ഞാൻ പറയാം. ഓക്കെ, ആൻഡ് അപ്പൊ നമ്മൾ സെക്കൻഡ് പേജ് ഒന്ന് എടുക്കാം. ഫസ്റ്റ് പേജിൽ നിന്ന് ഒന്നുകൂടി റീബൂട്ട് ചെയ്യാം. ആദ്യം ഈ റൗട്ട് നെയിംഡ് റൗട്ട് വർക്ക് ചെയ്യുന്ന കാണിച്ചിട്ട് ഡാറ്റ കൊണ്ടുപോകും. ഓക്കെ, രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്ന ഇനീഷ്യലി ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ സെക്കൻഡ് പേജിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ സെക്കൻഡ് പേജിലേക്ക് പോകുന്ന റൗട്ട് നമ്മൾ എഴുതിയേക്കുന്നത് പുഷ് ആണ് എഴുതിയേക്കുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് നെയിംഡ് ആക്കി മാറ്റി. പുഷ് നെയിംഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തില്ല, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, റൗട്ടിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് റൗട്ടിന്റെ പേര് സിമ്പിൾ ഇവിടെ പാസ് ചെയ്യുക, സ്ലാഷ് രജിസ്റ്റർ. ഇത് എവിടുന്ന് വന്നാൽ ഈ റൗട്ട്സ് മാപ്പിൽ പോയിട്ട് ഇതെടുക്കും, എന്നിട്ട് ആ കോണ്ടാക്റ്റിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് വന്നു, ഇങ്ങനെ എഴുതി സേവ് ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ബാക്ക് അടിച്ചിട്ട് രജിസ്റ്റർ പേജിൽ വന്നാൽ എക്സാക്ട്ലി പഴയ പോലെ വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നം, ഞാൻ ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് എൻ എറർ, നൾ ചെക്ക് ഓപ്പറേറ്റർ യൂസ്ഡ് ഓൺ എ നൾ വാല്യൂ. ആൻഡ് ദിസ് ഇസ് എ കോമൺ എറർ, നൾ ചെക്ക് ഓപ്പറേറ്റർ യൂസ്ഡ് ഓൺ എ നൾ വാല്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മളിത് കണ്ട് ചിലപ്പോൾ അടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ എററിന്റെ പ്രശ്നം എന്താണ്, ഞാൻ ഫസ്റ്റ് പേജിൽ നിന്ന് ലോഗിൻ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ തേർഡ് പേജിലേക്ക് പോകും. തേർഡ് പേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കണ്ടോ, ഇവിടുന്നാണ് എറർ ഒക്കർ ചെയ്തേക്കുന്നത്. ഞാൻ ഇതൊക്കെ കമന്റ് ചെയ്താൽ, ഇതെല്ലാം കമന്റ് ചെയ്തു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേജ് കിട്ടി. കാരണം
നൾ വാല്യൂ ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ നൾ സേഫ്റ്റി വീഡിയോ നിങ്ങൾ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. നൾ സേഫ്റ്റി വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഇവിടെ ഒരു കാരണവശാലും നൾ വാല്യൂ വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അത്തരം കേസിൽ ഇപ്പൊ ഈ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ലെറ്റ്സ് ട്രൈ ടു സോൾവ് സംതിങ് ലൈക്ക് ദിസ്. നോ യു കാൻ ഡു ദിസ് ബിക്കോസ് ഫൈനൽ ആണ്. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഇവിടെ എറർ ഉണ്ട്. ആ എറർ ഇതാണ് എറർ. ഓക്കെ, യു വിൽ ഗെറ്റ് ദാറ്റ് എറർ. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും. ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് തിങ് ഹിയർ ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് കോൺസ്റ്റ് വാല്യൂ ഹിയർ ആൻഡ് ലെറ്റ് മീ ഹാവ് നെയിം എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്ന മാപ്പാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്, അസൈൻ ടു ദ വാല്യൂ. This should be map string data equal to comma. എനിക്ക് ഡീഫോൾട്ട് വാല്യൂ കൊടുക്കാം, അതല്ലാണ്ട് നമുക്ക് ടാക്കിൾ ചെയ്യാതിനെ. ഇവിടെ ടാക്കിൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു, നൾ ഓപ്പറേറ്റർ ഇവിടെ ഇട്ടു, നൾ ചെക്ക് ഓപ്പറേറ്റർ ഇട്ടു. ഓക്കെ, ആൻഡ് ഇനി എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു പാസ് ദ വാല്യൂ. ഫസ്റ്റ് എങ്ങനെ വാല്യൂ പാസ് ചെയ്യുന്ന നോക്കാം. വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്, ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പാസ് വാല്യൂ. ലെറ്റ് മീ പാസ് ദാറ്റ് ഡാറ്റ ഹിയർ. ഓക്കെ, ഞാൻ ആ ഡാറ്റ വേരിയബിൾ ഇതിലേക്ക് പാസ് ചെയ്തു. ഇനി ഈ വാല്യൂ എവിടെ എത്തി, ഞാൻ റീബൂട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാല്യൂ എവിടെ എത്തുന്നുണ്ട്, ഈ വാല്യൂ ഈ സെക്കൻഡ് പേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അല്ല, നമ്മുടെ തേർഡ് പേജിൽ ഈ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇവിടേക്കല്ല വരുന്നത്. ഇത് എനിക്ക് ഇവിടെ ആവശ്യമില്ല, ഞാനിത് റിമൂവ് ചെയ്തു. ഓക്കെ, ആൻഡ് ലെറ്റ് മീ കമന്റ് ഔട്ട് ഓൾ ദീസ് തിങ്സ്. ഇത് ഞാൻ കമന്റ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നെയിംഡ് റൗട്ടിനകത്ത് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത വാല്യൂ എങ്ങനെ ആക്സസ് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. അത് ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു ആക്സസ് ദ modal route dot of context. So I'm going to declare a final. That should be, അവിടെ നമ്മൾ പാസ് ചെയ്തത് ഡാറ്റ മാപ്പ് ആണ്. ഫൈനൽ, യു ക്യാൻ ലെറ്റ് മീ ട്രൈ ദാറ്റ്. ഫൈനൽ സ്ട്രിംഗ് ഡൈനമിക് ഡാറ്റ ഈക്വൽ ടു modal റൗട്ടിനെ കോൾ ചെയ്യുക. modal route dot of context dot settings, not secondary animation, it is settings dot arguments as map string dynamic എന്ന് ഞാൻ എഴുതി. പുട്ട സെമിക്കോളൻ. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയത്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് എന്ത് ചെയ്തു, ഇത് കോൾ ചെയ്തു, modal route dot of context settings dot arguments as map string dynamic. Okay, now let's print this thing. Print data. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം കൺസോളിൽ കാണാൻ വേണ്ടി. ഡാറ്റ ടി മിസ്സിംഗ് ഉണ്ട്, പ്രിന്റ് ഡാറ്റ. ഓക്കെ, സേവ് ചെയ്തു. നൗ കം ഹിയർ. ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ടോ, നമുക്കിത് പ്രിന്റ് ചെയ്ത് കിട്ടി ഡാറ്റ. ലെറ്റ് മീ ലോഗ് ഔട്ട്. ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്ത് ഈ പേജിൽ വന്ന് ലോഗിൻ. നൗ യു ഗോട്ട് ഡാറ്റ ഹിയർ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഡാറ്റ വന്നില്ലേ, ഹിയർ ദിസ് ഇസ് യുവർ ഡാറ്റ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റയെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് ഒരെണ്ണം ടെക്സ്റ്റ് എടുത്തു. വിഡ്ജറ്റ് ഡോട്ട് അല്ല വന്നേക്കുന്നത്, നമുക്ക് ആക്ച്വലി വന്നത് എവിടെയാണ്, ഡാറ്റ. നിങ്ങൾക്ക് എവിടെ ഉണ്ട്, ഡാറ്റയിലെ കീ കിട്ടുമോ നോക്കാം. ഡാറ്റയിലെ നെയിം എന്നുള്ള കീ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നോ യു ഗോട്ട് ജോബ് ഇൻ ഹിയർ. ദെൻ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാരാമീറ്ററിന്റെ ആർഗ്യുമെന്റ്സ് പാരാമീറ്ററിൽ വന്ന വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ആക്സസ് ലൈക്ക് ദിസ്. ഡാറ്റ ഇമെയിൽ, you go to email, now data and
mobile. Save this. Now you have phone number. And if you log out and log out ആയി ലോഗ് ഔട്ട് ഒക്കെ ചുമ്മാ എഴുതി വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് റൗട്ട് പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ ഡാറ്റ വന്ന്. അപ്പോൾ എങ്ങനെയാണ് ഡാറ്റ നെയിംഡ് റൗട്ടിനകത്ത് ഡാറ്റ പാസ് ചെയ്യുന്നത്? ആർഗ്യുമെന്റ്സ് എന്നുള്ള പാരാമീറ്ററിലേക്ക് എന്ത് ചെയ്യുക, ഡാറ്റ പാസ് ചെയ്യുക. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു മാപ്പാണ് ഇട്ട് കൊടുത്തത്. ആ മാപ്പിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, യു നീഡ് ടു കോൾ ദിസ് തിങ്, ഇത് മൊഡാൽ റൗട്ട് ഡോട്ട് ഓഫ് കോൺടാക്ട്സിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഡാറ്റയെ നമുക്ക് ഇതേപോലെ കൺസ്യൂം ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ അവിടുന്ന് സിമ്പിൾ സ്ട്രിങ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫൈനൽ സ്ട്രിങ് ഡാറ്റ ആസ് സ്ട്രിങ് ആയിരിക്കും ഇവിടെ. ഓക്കെ, നൗ ദിസ് ഈസ് ഹൗ യു പാസ് ഡാറ്റ ഇൻ യുവർ നെയിംഡ് റൗട്ട്. നെയിംഡ് റൗട്ടിനകത്ത് ഡാറ്റ പാസ് ചെയ്യുന്നത് ആർഗ്യുമെന്റ്സ് ഉള്ള ഒരു തേർഡ് പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ കൊടുത്തിട്ടാണ്. ഓക്കെ അല്ലേ? ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, പുഷ് നെയിംഡ് പറഞ്ഞു, പുഷ് നെയിംഡ് ആൻഡ് പുഷ്. ഇത് കണ്ടോ, ദിസ് തിങ് ഈസ് പുഷ് ആൻഡ് റിമൂവ് അണ്ടിൽ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കോൾ പുഷ് നെയിംഡ് ആൻഡ് റിമൂവ് അണ്ടിൽ. ഓക്കെ, ആൻഡ് ഇത് എങ്ങോട്ട് പോകണം, ഇവിടെ ഉള്ളത് എന്തായിരിക്കും, നമുക്ക് ഫസ്റ്റ് പേജിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സിമ്പിളി ആരെ കോൾ ചെയ്താൽ മതി, ഫസ്റ്റ് പേജ് നമുക്ക് എന്താണ്, ഇതാണ്. ആൻഡ് തേർഡ് പാരാമീറ്റർ എന്തുണ്ടായിരിക്കില്ല, ഇവിടെ ആവശ്യമില്ല, ഒരു ബ്രാക്കറ്റ് മിസ്സായി ഫസ്റ്റ് പേജിൽ നിന്നും. ആൻഡ് യു നീഡ് ദിസ് തിങ്, ഇത് നമുക്ക് ഇത് പുഷ് ആൻഡ് റിമൂവ് അണ്ടിലായതുകൊണ്ട് യു നീഡ് ടു പാസ് ദ തേർഡ് തിങ്. ഓക്കെ, ആൻഡ് സേവ് ദിസ്, ക്ലിക്ക് ഹിയർ, അഗെയിൻ ലോഗ് ഔട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ പേജിലേക്ക് വന്നു. ഇത് നമ്മൾ കൊടുത്തത് എന്താണ്, സെക്കൻഡ് പേജിൽ നിന്നും അപ്പുറത്തെ പേജിലേക്ക് പോയത് നമ്മൾ എഴുതിയിരിക്കുന്നത് പുഷ് ആണ്. ആൻഡ് യു ക്യാൻ യൂസ് ദിസ് പുഷ് നെയിംഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, നമുക്ക് ഫസ്റ്റ് പേജിലേക്കാണ് പോകേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ഇവിടെ എന്ത് ചെയ്താൽ മതി, സ്ലാഷ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, രജിസ്റ്റർ പേജിലേക്ക് ഇവിടെ എന്തായിരിക്കും, രജിസ്റ്റർ പേജ് ഉണ്ടെങ്കിൽ ആ പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ആപ്പൻ ചെയ്യുമ്പോൾ വേറെ പേജിലേക്കാണ് പോകണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം. അതേപോലെ റീപ്ലേസ്മെന്റ് ആണെങ്കിലോ, ഇപ്പോൾ ഇത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ പുഷ് എന്ന് കോൾ ചെയ്താൽ പുഷ് നെയിംഡ് ആൻഡ് റീപ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. പുഷ് നെയിംഡ് ആൻഡ് റീപ്ലേസ്മെന്റ് ഇല്ലേ, പുഷ് നെയിംഡ് റിമൂവ് ഉണ്ട്, പുഷ് റീപ്ലേസ്മെന്റ് നെയിംഡ് ഉണ്ട്, ഇങ്ങനെ. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, പഴയ കോണ്ടാക്ട്സ് റീപ്ലേസ് ചെയ്യും. അപ്പം ഇതാണ് ഇതിനകത്തുള്ള റൗട്ടിംഗ് എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ഗോട്ട് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഇനിയും ഇതിനകത്തുണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം. ഓൺ ജനറേറ്റീവ് റൗട്ടിംഗ് ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ദാറ്റ് ഈസ് എ ബിറ്റ് മോർ കോംപ്ലക്സ് തിങ്, ജനറേറ്റീവ് റൗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇത് ട്രൈ ചെയ്ത് നോക്കുക. റൗട്ടിംഗ് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാച്ച് ദ വീഡിയോ. ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ജനറേറ്റീവ് റൗട്ടിങ്ങും റൗട്ട് ക്ലാസ്സസ് ഒക്കെ ഇത് നോക്കാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ ഓസം സപ്പോർട്ട്. ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ഇൻ ഫ്യൂച്ചർ ഓൾസോ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, I'll come up with a new video. See you soon. Bye.